രാവിലെ എണ്ണിപ്പിക്കണം കേട്ടോ. എക്സസൈസ് ചെയ്യാൻ പോണം, നടക്കാൻ പോണം. അമ്മയുടെ ഇൻസ്റ്റാഗ്രാം ഏതാണ്? നീ എടുത്തോണ്ട് പോകും. എന്നിട്ടേ നാളെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. അതുകൊണ്ട് അച്ചാച്ചനും വരണം. നാളെ വൈകിട്ട് അച്ചാച്ചൻ തിരിച്ച് വൈകിട്ടല്ല, രാത്രി. രാത്രി അച്ചാച്ചൻ തിരിച്ച്. ഞാൻ വൈകിട്ട് പോവേ. ഓ, ഏതെങ്കിലും ഒരു സമയം അല്ല, വൈകിട്ട് പോവല്ലോ, 6 മണിയൊക്കെ ആകുമ്പത്തേക്ക്. അപ്പൊ അച്ചാച്ചൻ തിരിച്ചു പോവുകയാണ്. അല്ല, 8 മണിക്കല്ല ഇറങ്ങി. അവിടെ കാലിയാവും. പോകണ്ട പഠിക്കാൻ. അച്ചാച്ചൻ പോകണ്ട പഠിക്കാൻ. എന്റെ സാധനം ഫുള്ളും കൊണ്ട് തന്നെ മോനിക്കുട്ടനെ നോക്കി ഇവിടെ ഇരുന്നു. ആ ഇല്ലയോ? അമ്മ ജോലി ഇവിടെ തന്നെ എടുത്താ മതി കേട്ടോ. എടാ പറഞ്ഞു കേട്ടല്ലോ, കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നു. ഈ ജില്ലയുടെ വെളി പോകണ്ട. ശരി. അയ്യോ, ഈ സംസ്ഥാനത്തിന്റെ വെളി, കേരളത്തിന്റെ വെളി പോകണ്ട. പോകണ്ട കേട്ടല്ലോ. കാസർഗോഡിലോ വല്ല പോയാൽ അടുത്തുള്ള സ്ഥലം കേട്ടോ. അല്ലെങ്കിൽ കാസർഗോഡും അല്ലെങ്കിൽ കോട്ടയോ വല്ല പോയാ അത് ഇച്ചിരി ദൂരമുള്ളു. ഇപ്പൊ അങ്ങനത്തെ കർണാടക വേലൊന്നും പോകണ്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ വക ഗുഡ് നൈറ്റ് എല്ലാവർക്കും, എല്ലാ പ്രിയങ്ങൾക്കും. ഉറങ്ങാൻ പോവാട്ടോ. ഗുഡ് നൈറ്റ്. അതെ, ഇങ്ങനത്തെ ഒരാൾ പാട്ട് പാടും ചിരിച്ചുകൊണ്ട്, അല്ലേ? കേട്ടിട്ടില്ലേ? അമ്മക്കാട്ട് നല്ലതായിട്ട് പാടും. അമ്മ, നമ്മൾക്ക് വീടിന്റെ കാര്യം പറയാം. എന്തോ കാര്യം? ഒരിടത്തൊരിടത്ത് ഒരു വീടുണ്ടായിരുന്നു. പിന്നെ ആ വീടിന്റെ പേര് വീട് തന്നെ. എന്താ ചാച്ചാ മോനിക്കുട്ടനോട് പഴയ പോലെ സ്നേഹമില്ലാത്ത? മാറി. അയ്യോ, എന്താ ചാച്ചാ മാറിയത്? ഞാൻ ഇങ്ങനെ കിടക്കത്തില്ല അമ്മയുടെ വയറ്റി. അമ്മയുടെ വയറ്റി കിടന്നേ രണ്ടുപേരും. ഇതിനകത്തൊന്ന് വീടിന്റെ കാര്യം പറയാം. എന്തുവാടാ ഇവനീ പറയുന്നത്? 2 നില വീട്, 3 നില വീട്. അച്ഛൻ രാവിലെ 6 മണിക്ക് കൊണ്ടുവിടാം. ആരാ? അമ്മയ്ക്ക് പണി തരാനിരിക്കുവാന്ന്. 4 മണിക്ക് പോയിട്ട് എപ്പോ വരാനേ? പിന്നെ വിളിക്കാൻ പോണ്ടേ? ഞാൻ ആലോചിക്കും രാവിലെ വൈകിട്ട്